മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന പ്രിയ ദൈവവേദിലെ നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമാകും. കഠിനവേല ചെയ്യിപ്പിച്ച് ദൈവജനത്തിന്റെ വർധനവിനെ തടയുവാൻ ഫറവോൻ പദ്ധതിയിടുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഫറവോൻ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും സംരക്ഷിക്കണമെന്നും കൽപ്പന പുറപ്പെടുവിക്കുന്നത് 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത് സംഭവിക്കുന്നത് ഇസ്രായേലിനെ തങ്ങളുടെ പീഠകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നേതൃത്വം നൽകേണ്ട മോശ ജനിക്കുന്ന സമയത്താണ്. പുറപ്പാട് 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെയായപ്പോ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ജനത്തെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തി ജനിക്കുമ്പോൾ വളരുവാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും ആൺമക്കളെയെല്ലാം കൊല്ലണമെന്ന കൽപ്പന പുറപ്പെടുവിച്ച രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ മോശ വളരത്തക്ക വിധത്തിൽ ദൈവം പദ്ധതിയെ ഒരുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ പലപ്പോഴും നാം സാഹചര്യങ്ങളെ കണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവിക്കുന്ന യേശു ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുവാൻ ശത്രുവായവൻ പല പദ്ധതികളും ഒരുക്കിയേക്കാം. ശത്രുവിന്റെ പദ്ധതിയുടെ വലിപ്പം കണ്ട് ദൈവം തന്റെ പ്ലാനിന് മാറ്റം വരുത്തുകയില്ല. ദൈവം തന്റെ പ്ലാൻ ശത്രുവിന്റെ പദ്ധതികളുടെ നടുവിൽ നിവർത്തീകരിക്കുന്നത് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ കാണുവാൻ പോകുകയാണ്. നിത്യനായ സർവശക്തനായ ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രിയ ദൈവത്തിലെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ചല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചാ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നിങ്ങളുടെ നിലവിളിക്ക് മറുപടി തരുന്ന, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ശബ്ദം ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കലക്കുമ്പോ, നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നതാ, നമ്മെ ബലപ്പെടുത്തുന്നതാ. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും നാം മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ഈ ദൈവശക്തിയാൽ കഴിയുമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങളെ കണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഇനി ഭാരപ്പെടരുത്. ഏത് സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാർക്കെതിരെ പല രാജാക്കന്മാരും എഴുന്നേൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് കരുതി ദൈവം തന്റെ പദ്ധതി അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ച ഇടങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി
ദൈവിക പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ ഹെരോദാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നതിനു ശേഷം യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പത്രോസിനെയും പിടിച്ചിരിക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് പെസഹ കഴിഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പദ്ധതിയിട്ട് നന്നാൽ ചേവകരുള്ള 4 കൂട്ടത്തിന് കാപ്പാൻ ഏൽപ്പിക്കുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഹെരോദാവ് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ആഗ്രഹിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്നത് കാണുവാൻ കഴിയും. ഇതെങ്ങനെ സംഭവിക്കും? ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇവിടെ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് താൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടാതെ താൻ യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് യേശുവിന്റെ കൂടെയുണ്ട് എന്ന ബോധ്യവും ഈ സാഹചര്യങ്ങൾക്കൊന്നും എന്റെ ഹൃദയത്തിലെ സമാധാനം എടുത്തുകളയാൻ പറ്റുകയില്ല എന്ന ദൃഢനിശ്ചയവും പത്രോസിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം കൂടെയുള്ളവൻ ആരാണ് എന്ന ഒരു ഉറപ്പ് പത്രോസിന് ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ 2 പടയാളികളുടെ നടുവില, കാരാഗ്രഹത്തിന് വെളിയിലും കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ട് നിൽപ്പുണ്ട്. എന്നാൽ കർത്താവിന്റെ ദൂതൻ അവിടെ കടന്നു വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിക്കുമ്പോ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് കാണുവാൻ കഴിയും. മാത്രമല്ല, ദൂതൻ മുൻപായി കടന്നു പോകുമ്പോ 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് മുന്നോട്ടു പോകുകയാണ്. ഇരുമ്പ് വാതിൽക്കലെത്തുമ്പോ അത് അവർക്ക് സ്വതവേ തുറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരുമില്ല എങ്കിലും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എങ്കിലും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കൊരു പള്ളി പ്രമാണിയെ കാണുവാൻ കഴിയും. അവിടെ ഭവനത്തിൽ നിന്ന് രോഗിയായി കിടന്നിരുന്ന മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് ആൾ കടന്നു വരികയാണ്. എന്നാൽ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ന് ദൈവത്തിന് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഭയപ്പെടേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതെ, യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുകയാണ്. മരിച്ചുപോയി എന്നറിയാമായിരുന്ന ജനമാണ് പള്ളിപ്രമാണിയുടെ അടുക്കൽ കടന്നു വന്ന് ഇനിയും ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട എന്ന് പറയുന്നത്. അയ്യോ, മരിച്ചുപോയോ, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുകയില്ല. യേശു അവിടെ പറയുന്നത്, എല്ലാ സാധ്യതകളും അസ്തമിച്ചാലും നീ ഭയപ്പെടാതെ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ മതിയായവനാണെന്ന്. എന്നെ കൊണ്ട് അസാധ്യമെന്ന് ദൈവം പറഞ്ഞ ഒരു ഭാഗവും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതായത് അസാധ്യം, ഇംപോസിബിൾ എന്ന വേർഡ് ദൈവത്തിന്റെ നിഘണ്ടുവിലില്ല. ദൈവത്താൽ അസാധ്യമെന്ന ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയണം. യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. തന്റെ മക്കൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തികൾ ഇവരനുഭവിക്കട്ടെ. ദൈവ സാന്നിധ്യം തിരിച്ചറിയട്ടെ. സകല മനമഹത്വം അങ്ങേക്ക്. സകലം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രശ്നത്തിന്റെ വലിപ്പം കണ്ട് ഇനിയും ഭയപ്പെടല്ല. കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം കണ്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുക. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.